ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൽ വന്നു. എന്തെന്ന് വെച്ചാൽ നാളെ എനിക്ക് മ്യൂസിക് സ്കൂളിൽ പഠിപ്പിക്കാൻ പോകണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ വന്നു. അങ്ങനെ വന്നപ്പോൾ എടുത്ത കുറച്ച് വീഡിയോസാണിത്. ഇവനാണ് ലൂണോ, എൻ്റെ വീട്ടിലുള്ള. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇവനാണ് ഏറ്റവും മൂത്തവൻ ഇവിടെ ഉള്ളതിൽ. അവൻ ഇങ്ങനെ തന്നെ പൈപ്പിൽ നിന്ന് വെള്ളം കുടിച്ചാലേ അവൻ്റെ വെള്ളം ദാഹം മാറും. ഞങ്ങളെ വന്ന് വിളിക്കും. അപ്പോൾ നമ്മൾ പൈപ്പിൽ വെള്ളം അവന് തുറന്നു കൊടുക്കും. പിന്നെ ഇതാണ് നമ്മുടെ വീട്ടിലെ അവൻ്റെ മക്കളാണിത്. രണ്ടുപേരും, ഒന്ന് പിക്കാച്ചുവും ആ ഒരു സ്മോക്കി കളറുള്ളത് അവൻ്റെ പേര് ബബ്ലു, ബ്ലാക്കിൻ്റെ പേര് പിക്കാച്ചു എന്നാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഞാനിത് നെടുമങ്ങാട് നിന്ന് വന്നപ്പോൾ ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഇഷ്ടംപോലെ ചക്ക കായ്ച്ചു ഇപ്രാവശ്യം. ഇത് നമ്മുടെ നാട്ടിൽ ഇതിന് മുണ്ടച്ചക്ക എന്നൊക്കെയാണ് പറയുന്നത്. അവൻ അവിടെ നിന്ന് നോക്കുന്നുണ്ട്, ഇതെന്താണ് സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് വലുതായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. പപ്പയ്ക്ക് ഒരു സമാധാനം ഇവന്മാർ രണ്ടും കൊടുത്തിട്ടില്ല. ചക്ക വെട്ടുന്ന നേരം തൊട്ടേ ഇവർ ഇതെന്താണ് സംഭവം എന്ന് പറഞ്ഞിട്ട് പപ്പയുടെ അടുത്ത് നിന്ന് ഒരടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടില്ല. പപ്പയ്ക്ക് ചക്ക ഒത്തിരി ഇഷ്ടപ്പെട്ടു. പപ്പ പറഞ്ഞ് നന്നായിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഇത് നെടുമങ്ങാട് നിന്ന് പിള്ളേർ കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞു. അങ്ങനെ ചക്കയൊക്കെ ആദ്യം ഞാനും പപ്പയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ദൈവന്മാരും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കേനും ചക്കയൊക്കെ വെട്ടുന്ന സൗണ്ട് കേട്ടപ്പോൾ പതുക്കെ അമ്മ വന്നു. അമ്മയ്ക്ക് ചക്ക ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അമ്മ എത്തി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ചക്ക വെട്ടുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവന്മാർ ഒരു സ്വൈര്യം തന്നില്ല ശരിക്കും പറഞ്ഞാൽ. ഇതെന്താണെന്നറിയാൻ വേണ്ടിയിട്ട് അത് ചക്ക വെട്ടിയിട്ടപ്പോൾ അതിൻ്റെ ആ ചക്കക്കുരു എടുത്ത് മണപ്പിച്ച് നോക്കുന്നുണ്ട്. ആ ന്യൂസ് പേപ്പറിലിട്ട് കളിക്കുന്നുണ്ട്. പിന്നെ ഇത് ഞാൻ നേരത്തെ വീട്ടിൽ നിന്ന് കുഞ്ഞയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചക്കയായിരുന്നു ആ കാണിച്ചത്. ഇത് മുണ്ടച്ചക്ക. ഇത് നീളമില്ലാത്തൊരെണ്ണം ടൈപ്പ് ചക്കയാണ്. ഇത് ഉണ്ടയായി തന്നെ ഇരിക്കും. അതിൻ്റെ ഇടയിൽ ഞാൻ എണ്ണയൊക്കെ വെച്ചു ചൂടാക്കാനായിട്ട്. പിന്നെ ആദ്യം കട്ട് ചെയ്ത് വെച്ചത് ഇത് നേരത്തെ വേറെ അല്ലാണ്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. ഇത് ആദ്യമേ പറക്കി ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിന് ശേഷം പിന്നെ നമ്മൾ മുണ്ടച്ചക്ക എടുത്ത് ഫ്രൈ ചെയ്യാൻ വറ്റലുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പപ്പയും അമ്മയും അത് കട്ട് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അങ്ങനെ ഇത് ഞങ്ങൾ ഏകദേശം ഫ്രൈ ചെയ്തിട്ടൊക്കെ എടുത്തു. ഫ്രൈ ചെയ്തെടുത്ത് സംഭവം വെച്ചത് ഇത് ഓരോരുത്തരും നാല് വാക്കിന് എടുത്തുകൊണ്ട് പോയി. ഇത് മുണ്ടച്ചക്കയാണ് കേട്ടോ. മറ്റത് നേരത്തെ കുഞ്ഞയുടെ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്. ഞാൻ ഈ ഫ്രൈ ചെയ്ത് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് ഇവന്മാർ വന്നിട്ട് ഒരു സ്വൈര്യം കൊടുത്തില്ല അമ്മയ്ക്ക്. അവരുടെ ഫുഡ് കഴിക്കുന്ന ടൈമായി. അപ്പോൾ ആ ഒരു സമയമാകുമ്പോൾ ഇവർ സ്വാഭാവികമായിട്ടും വന്ന് അമ്മയെ വിളിക്കാറുണ്ട്. അങ്ങനെ അമ്മയ്ക്ക് അറിയാം ഒരു സമയമാകുമ്പോൾ, എന്നും 8 മണിയാകുമ്പം അവരുടെ ഫുഡ് കഴിക്കുന്ന സമയമാണ്. അങ്ങനെ എല്ലാവരും കൂടെ വന്നു. നല്ല രസമല്ലേ ഈ നമ്മൾ തിരുവാതിര കളിക്ക് എല്ലാവരും കൂടി നിൽക്കുന്ന പോലത്തെ ഒരു ഫീല്. ഇനി ആ മറ്റേ പാട്ട് കൂടെ ഇട്ട സെറ്റ്, പാർവണേന്ദു മൂകി പാർവതി, ഒരു തിരുവാതിര പാട്ടുണ്ടല്ലോ. ഇങ്ങനെയൊന്നും അല്ല, ഇതിനേക്കാൾ രസമാണ്. അങ്ങനെ ഞാൻ ചോദിച്ചു ഇതെങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പോയി ചോദിച്ചു എല്ലാവരുടെ അടുത്തും. എങ്ങനെ ഉണ്ടായിരുന്നടാ? ഓ വലിയ വെയിറ്റഡാടേ. പറ പപ്പ എനിക്ക് തരാ കൊതിയ. ഹലോ. അങ്ങനെ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ചക്ക വിശേഷം. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബായ്.